യങ്ങർ വോട്ടേഴ്സ് 18നും 24നും വയസ്സിന് ഇടയിലുള്ളവർ സർക്കാരിനെ കൂടുതൽ താല്പര്യത്തോടെ കണ്ടിട്ടുണ്ട്. അതേസമയം 35നും 44നും ഇടയിൽ ഏജ് ഗ്രൂപ്പ് ഉള്ളവർ കൂടുതൽ സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെ ഒരു കണ്ടെത്തൽ കൂടി ഈ സർവേയുടെ ഭാഗമായി വന്നിട്ടുണ്ട്. എന്താണ് ഈ യങ്സ്റ്റേഴ്സിന് സർക്കാരിനോട് കൂടുതൽ താല്പര്യമുണ്ടാകാനുള്ള ഘടകങ്ങൾ? അങ്ങനെ എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ ജേക്കബ് ജോർജ്? അല്ല, അങ്ങനെ പെട്ടെന്ന് യങ്സ്റ്റേഴ്സിന് സാധാരണ പൊളിറ്റിക്സിൽ തന്നെ താല്പര്യമില്ല കേരളത്തിൽ. അങ്ങനെയാണ് നമുക്കിപ്പോൾ പുതിയൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാലേ KSU, SFI, ABVP ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ചെറുപ്പക്കാർ പൊതുവെ രാഷ്ട്രീയത്തോട് മുഖം തിരിച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തോട് പോലും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു കാലാവസ്ഥ. സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാനത് പറയാൻ വരികയായിരുന്നു. എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് രാഷ്ട്രീയം അതിനോട് തന്നെ ഒരു മടുപ്പ് കേരളത്തിലെ കുട്ടികൾക്ക് ഉണ്ട് പൊതുവെ എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ഞാനീ ചൂണ്ടിക്കാണിക്കുന്ന ആ സവിശേഷത ഉണ്ടെങ്കിൽ പോലും ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, കേരളത്തിലെല്ലാവരും വിദ്യാർത്ഥികളാണല്ലോ, അവർക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് അത്ഭുതകരമാണ്. അത് സ്വീകാര്യവുമാണ് അങ്ങേയറ്റം. ശരി, എന്തായാലും ഇക്കാര്യത്തിൽ പിണറായി വിജയൻ സർക്കാരിനെ ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്, LDFന് ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് ഈ സർവേ ഫലത്തിൽ പറയുന്നത്. സർക്കാരിനെ കുറിച്ച് മോശം അഭിപ്രായം ഉള്ളവർ നല്ല അഭിപ്രായമുള്ളവരെക്കാൾ കുറവാണ്. ഓക്കെ, ഒരിക്കൽ കൂടി സർക്കാരിന്റെ പ്രകടനം ആ സ്ക്രീനിലേക്ക് ഒന്ന് കൊണ്ടുവരണം. അതായത് സർക്കാരിന്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രകടനം ജനം വിലയിരുത്തിയത് എങ്ങനെയാണ് നമുക്ക് ഒരിക്കൽ കൂടി കാണാം. അതിന്റെ കണക്ക് ഇങ്ങനെയാണ്. അതായത് വളരെ മികച്ചത് 32.8%, മികച്ചത് 7.3%, ശരാശരി 12.3%, മോശം 18.9%, വളരെ മോശം 20.1%, അഭിപ്രായമില്ല 7.4%. മറ്റൊരു കാര്യം കൂടിയുണ്ട്, കൂടുതലും ഗ്രാമീണ വോട്ടർമാർ ഇല്ലേ, കൂടുതലും ക്രിട്ടിക്കലായിട്ടുള്ളത് അവരാണ് എന്നുള്ളതാണ് അല്ലേ. നോക്കി അതിനകത്ത് കണക്കുകൾ വരുമ്പോൾ അങ്ങനെയാണ്. 50% ഗ്രാമീണ വോട്ടർമാർ മോശം അല്ലെങ്കിൽ വളരെ മോശം എന്നുള്ള അഭിപ്രായം നടത്തിയവരാണ്. അതേസമയം നഗര മേഖലകളിൽ 40.5% മോശം അല്ലെങ്കിൽ വളരെ മോശം എന്ന നിലപാട് ഉള്ള ആളുകൾ. പിന്നെ നേരത്തെ സൈത്ത് പറഞ്ഞ പോലെ ചെറുപ്പക്കാരായ വോട്ടർമാർ 18നും 24 വയസ്സിനും ഇടയിലുള്ളവർ, അവർ കുറച്ചുകൂടി സംതൃപ്തരാണ് സർക്കാരിന്റെ. മഞ്ജുഷ തുടക്കത്തിൽ സൂചിപ്പിച്ച പോയിന്റ്, അതായത് റൂറൽ വോട്ടർമാർ കൂടുതലായി സർക്കാരിനെ എതിർക്കുന്നവരാണ് നഗരമേഖലകളെ അപേക്ഷിച്ച് അല്ലേ. ഓക്കെ, അപ്പൊ നഗരമേഖലകളുള്ളവർക്ക് സർക്കാരിനോട് എന്തോ കൂടുതൽ താല്പര്യമുണ്ട് എന്നതാണ് സർവേയുടെ. പക്ഷെ അതിനകത്ത് ഏറ്റവും അവസാനത്തെ പോയിന്റ് സഹിതം ഒന്ന് ശ്രദ്ധിക്കുക, മൈനോറിറ്റീസ്, അതായത് ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ് ഇല്ലേ, അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ക്രൈസ്തവരും അതുപോലെ തന്നെ മുസ്ലിം ജനവിഭാഗവും അവർ സർക്കാരിനെ വിമർശിക്കുന്നവരാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യൽ ആവുക, തദ്ദേശത്തിൽ കണ്ടതാണ് നമ്മൾ, ന്യൂനപക്ഷ ഏകീകരണം എന്ന സംഭവിക്കാൻ സാധ്യതയുള്ള ആ പ്രധാനപ്പെട്ട ഘടകം, അതൊരു ഫാക്ടറാണ് എന്ന് തന്നെയാണ് ഈ സർവേയും പറയുന്നത്. ഈ പോയിന്റിലേക്ക് വരിക, കാരണം അതിൽ ഗ്രാമീണ വോട്ടർമാരാണ് സർക്കാരിനെതിരെ കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത് നഗരവൽകൃത വോട്ടർമാരെക്കാൾ എന്നുള്ളത്. പിന്നെ മൈനോറിറ്റീസ്, ന്യൂനപക്ഷങ്ങൾ, അവരാണ് സർക്കാരിനെതിരെ കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. സർക്കാരിന്റെ പ്രകടനം മോശമാണ് എന്ന വിലയിരുത്തൽ നടത്തിയവരിൽ കൂടുതലും. പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ അത്? സ്വാഭാവികമാണല്ലോ. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ LDFനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഏറ്റവും വലിയ തോൽവി ഉണ്ടായൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിലുള്ള വാർഡുകളിലും ഗ്രാമപഞ്ചായത്തുകൾ അവർ ജയിച്ചതുമൊക്കെ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ ജയമാണ് സമ്മാനിച്ചത്. അപ്പോൾ അത് തന്നെ കാണിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ളൊരു വികാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അതിലൊരു പൊളിറ്റിക്കൽ എലമെൻ്റ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ എലമെൻ്റാണ് നമ്മുടെ ഈ ഇലക്ഷനെ ഏറ്റവും കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന കാര്യം. പിന്നെ നഗരപ്രദേശങ്ങളിൽ UDF വലിയ വിജയം നേടുമ്പോൾ തന്നെ നമ്മൾ ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ ചർച്ച ചെയ്യുമ്പോൾ കാണുന്നൊരു കാര്യം, നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ കൂടുതലും വളരെ നഗര കേന്ദ്രീകൃതമായ വികസന പ്രവർത്തനങ്ങൾ ഈ സർക്കാർ നടത്തുന്നത്. ഹൈവേ വികസനം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയുള്ള ചർച്ചകൾ, നമ്മുടെ നഗരങ്ങളൊക്കെ മോടി പിടിപ്പിക്കുന്നു, റോഡുകൾ നല്ലതായിട്ട് പണിയുന്നു. ഇതെല്ലാം ഒരു മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ച്, നഗരപ്രദേശങ്ങളിലെ മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ച് അവരെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സർവേ ഫലത്തിൽ അങ്ങനെ ആവുന്നത് എനിക്ക് അത് ശരിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ കാണുന്നത്.
അതുപോലെ തന്നെ മൈനോറിറ്റി കൺസോളിഡേഷൻ നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യുന്ന വരുന്ന കാര്യമാണ്. അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്നുള്ളത് വീണ്ടും അത് പ്രതീക്ഷ കാര്യം തന്നെയാണ്. മൈനോറിറ്റി കൺസോളിഡേഷൻ വരുന്നു എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നുകൂടിയാണ്. UDF-നെ ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് ആ സർവേ ഫലം.